മലയാളിക്ക് വിഷു എന്നാൽ വെറുമൊരു ആഘോഷമല്ല. അത് പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെയും ഒരു പുതിയ തുടക്കമാണ്. കണിപ്പൂക്കളുടെ മഞ്ഞ വെളിച്ചവും കൈനീട്ടത്തിന്റെ സ്നേഹസ്പർശവും സദ്യയുടെ സമൃദ്ധിയും ചേർന്നൊരുക്കുന്ന ആ മനോഹര നിമിഷം ഓരോ മലയാളിയുടെയും മനസ്സിൽ ശുഭപ്രതീക്ഷകളുടെ വിത്തുപാകുന്നു. പ്രകൃതി പുത്തൻ വസ്ത്രമണിയുന്ന പച്ചപ്പും മഞ്ഞയും ഇഴചേർന്ന ഈ പുണ്യവേളയിൽ രാശിചക്രത്തിലെ ഏറ്റവും കരുത്തുറ്റതും എന്നാൽ സ്നേഹനിധിയുമായ അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുവർഷം ജീവിതത്തിലെ വലിയൊരു പരിവർത്തനത്തിന്റെ നാന്ദി കൂടിയാണ്. വൃശ്ചികക്കൂറിലെ അനിഴം നക്ഷത്രം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും വിശ്വസ്തതയുടെയും പ്രതീകമാണ്. ചതുപ്പ് നിലത്തിൽ വിരിയുന്ന താമരയെപ്പോലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വിജയക്കൊടി പാറിക്കാൻ ശേഷിയുള്ളവരാണ് അനിഴം നക്ഷത്രക്കാർ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിങ്ങളുടെ ജീവിതയാത്രയിൽ പലവിധത്തിലുള്ള വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. കഠിനാധ്വാനം ചെയ്തിട്ടും അർഹിച്ച അംഗീകാരം ലഭിക്കാത്തതിന്റെ വിഷമം, സാമ്പത്തികമായ ഇടുക്കങ്ങൾ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ ചെറിയ അസ്വാരസ്യങ്ങൾ, ഇങ്ങനെ പലതും നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകാം. എന്നാൽ 2026 ഈ വിഷുക്കണി നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് ആശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വലിയൊരു സന്ദേശമാണ്. ജ്യോതിഷപരമായ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് 2026 വിഷു മുതൽ അനിഴം നക്ഷത്രക്കാരുടെ കർമ്മപഥത്തിൽ ഒരു സുവർണകാലം തെളിയുന്നു എന്നാണ്. കരിയും പുകയും നിറഞ്ഞ പഴയ കാലത്തെ വെടിഞ്ഞ് കണിക്കൊന്നയുടെ അഴകുള്ള ഒരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനി ഭഗവാന്റെ പരീക്ഷണം ഒഴിയുന്ന ഗുണഫലങ്ങൾ വർഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പാദം വെക്കുകയാണ്. വിതച്ചവൻ കൊയ്യുമെന്ന പ്രമാണമനുസരിച്ച് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നന്മകളും സഹിച്ച കഷ്ടപ്പാടുകളും ഇപ്പോൾ മധുരഫലങ്ങളായി നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ തുടങ്ങും. ഈ വിഷുക്കാലം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ഭദ്രമാക്കാൻ പോകുന്ന ഒന്നാണ്. പാതി വഴിയിൽ മുടങ്ങിക്കിടന്ന സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്നതും വീട്, വാഹനം തുടങ്ങിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതും ഈ വർഷത്തിന്റെ പ്രത്യേകതയാണ്. തൊഴിൽ രംഗത്ത് നിങ്ങൾ നേരിട്ട അവഗണനകൾ അവസാനിക്കുകയും നിങ്ങളുടെ കാര്യപ്രാപ്തി ലോകം തിരിച്ചറിയുകയും ചെയ്യുന്ന നിമിഷങ്ങളാണിത്. കരിയറിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിനോ അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്കുള്ള ചുവടുമാറ്റത്തിനോ ഉള്ള ഊർജം ഈ വിഷു നിങ്ങൾക്ക് നൽകുന്നു. കുടുംബജീവിതത്തിലേക്ക് നോക്കിയാൽ മുറിവേറ്റ ബന്ധങ്ങൾ കൂട്ടിയിണക്കാനും സ്നേഹത്തിന്റെ പുതിയ തളിരുകൾ വിരിയാനും ഈ വർഷം സഹായിക്കും. മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനൊപ്പം ആത്മീയമായ ഒരു ഉണർവ് നിങ്ങളിൽ പ്രകടമാകും. ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു അന്തരീക്ഷം ഈ വിഷുക്കാലം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിറങ്ങി നിൽക്കും. 2026 വിഷു അനിഴം നക്ഷത്രക്കാർക്ക് വെറും ഒരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് പ്രകൃതി നൽകുന്ന പ്രതിഫലമാണ്. അശുഭചിന്തകളെ വെടിഞ്ഞ് ആത്മവിശ്വാസത്തോടെ ഈ വർഷത്തെ വരവേൽക്കാം. നക്ഷത്രങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ വേളയിൽ 2026 വിഷുഫലം സാമ്പത്തികം, തൊഴിൽ, ദാമ്പത്യം, ആത്മീയത തുടങ്ങി ഓരോ മേഖലയിലും എപ്രകാരമാണ് സ്വാധീനിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ പുലരിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. 2026 വിഷു മുതൽ അടുത്ത ഒരു വർഷക്കാലം അനിഴം നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കാം. വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ജോലിയിൽ അമിതമായ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും അനുഭവപ്പെടാം. സഹപ്രവർത്തകരിൽ നിന്നുള്ള പിന്തുണ കുറയുന്നതായി തോന്നും. എന്നാൽ വിഷുവിന് ശേഷമുള്ള മാസങ്ങളിൽ സ്ഥിതിഗതികൾ അനുകൂലമാകും. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് തങ്ങളുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ ജോലി ലഭിക്കാൻ ഈ വർഷം സഹായിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വിസ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. സ്ഥാനക്കയറ്റം, സ്ഥലമാറ്റം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്താതെ ശ്രദ്ധിക്കണം. IT മേഖലയിലും വിദേശ കമ്പനികളിലും ജോലി ചെയ്യുന്നവർക്ക് വരുമാന വർധനവും അംഗീകാരവും ലഭിക്കും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് 2026 ഒരു പരീക്ഷണ കാലം കൂടിയാണ്. പഴയ ബിസിനസ് രീതികൾ മാറ്റി പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നത് ഗുണകരമാകും. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിശ്വസ്തത പാലിക്കണം. വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് കൃത്യമായ പഠനം നടത്തേണ്ടതുണ്ട്. കയറ്റുമതി, ഇറക്കുമതി, നിർമ്മാണ മേഖല, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ ലാഭം വർദ്ധിക്കും. സാമ്പത്തികമായി നോക്കിയാൽ 2026 പകുതിയോടെ അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം. ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ഉചിതമാണ്. വർഷങ്ങളായി അലട്ടിയിരുന്ന കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ സാധിക്കും. പിടിച്ചു വച്ചിരിക്കുന്ന തുകയോ പഴയ കുടിശ്ശികയോ തിരികെ ലഭിക്കും. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് ഈ വർഷം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു വർഷമായിരിക്കും 2026. എങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. വിവാഹിതരായവർക്ക് പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ഈ വിഷുക്കാലം സഹായിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. ദൂരദേശത്ത് ജോലി ചെയ്യുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സാഹചര്യമൊരുങ്ങും.
സന്തോഷകരമായ യാത്രകൾക്കും വിനോദങ്ങൾക്കും അവസരമുണ്ടാകും. അവിവാഹിതരായ അനിഴം നക്ഷത്രക്കാർക്ക് വിവാഹാലോചനകളിൽ തീരുമാനമാകും. മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാൻ സാധ്യതയുള്ള വർഷമാണിത്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തിക്കാൻ അനുകൂലമായ സാഹചര്യമുണ്ടാകും. മാതാപിതാക്കളുടെ അനുഗ്രഹവും സ്നേഹവും നിങ്ങൾക്ക് കരുത്തു പകരും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങളുണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിക്കപ്പെടും. കുട്ടികളുടെ പഠനകാര്യത്തിലും കരിയറിലും വലിയ പുരോഗതിയുണ്ടാകും. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കും. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം അനുകൂലമായ വാർത്തകൾ കേൾക്കാം. ബന്ധുജനങ്ങളുമായി ഒത്തുചേരാനും കുടുംബസംഗമങ്ങൾ നടത്താനും സാധിക്കും. എന്നാൽ അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അനിഴം നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യം തോന്നുന്ന ഒരു വർഷമായിരിക്കും 2026. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥാടനങ്ങൾ നടത്താനും സാധിക്കും. കുടുംബസമേതം ദൂരസ്ഥലങ്ങളിലെ ക്ഷേത്ര ദർശനം നടത്തും. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് നന്നായിരിക്കും. മനസ്സിലെ അശാന്തി അകന്ന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താൻ ഇത് സഹായിക്കും. പഴയകാലത്തെ തെറ്റുകൾ തിരുത്താനും കൂടുതൽ നന്മകൾ ചെയ്യാനും മനസ്സുണ്ടാകും. ദാനധർമ്മങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ, നടുവേദന എന്നിവ ഉള്ളവർ ശ്രദ്ധിക്കണം. ഭക്ഷണകാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിച്ചില്ലെങ്കിൽ ഉദര രോഗങ്ങൾ അലട്ടിയേക്കാം. അമിതമായ ജോലിഭാരം മൂലം ഉറക്കമില്ലായ്മയോ ക്ഷീണമോ അനുഭവപ്പെടാം. പതിവായുള്ള വ്യായാമം ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ഗുണകരമാകും. വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം, പ്രത്യേകിച്ച് രാത്രി യാത്രകളിൽ. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്. എങ്കിലും കഠിനാധ്വാനം കൈവിടരുത്. വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനും അംഗീകാരങ്ങൾ നേടാനും സാധിക്കും. അധ്യാപകരുടെ പിന്തുണ കൃത്യസമയത്ത് ലഭിക്കും. അനിഴം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയായതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും നീരാജനം സമർപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ഹനുമാൻ ചാലിസ ജപിക്കുന്നത് മാനസിക ധൈര്യം നൽകും. സാധുക്കൾക്ക് അന്നദാനം നടത്തുന്നത് കരിയറിലെ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ദിവസവും ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. അനിഴം നക്ഷത്രക്കാർ ആത്മീയതയിൽ താല്പര്യമുള്ളവരാണ്. ഈ നക്ഷത്രക്കാർക്ക് മിത്രൻ ദേവനായതിനാൽ സൗഹൃദങ്ങളെ ദൈവതുല്യമായി കാണാൻ ഇവർക്ക് കഴിയും. അനിഴം നക്ഷത്രക്കാർ ജന്മന കഠിനാധ്വാനികളും സ്നേഹനിധികളുമാണ്. ശനിയുടെ അച്ചടക്കവും ചൊവ്വയുടെ വീര്യവും ഒത്തുചേരുന്ന ഒരു അപൂർവ വ്യക്തിത്വത്തിന് ഉടമകളാണ് ഇവർ. 2026 വിഷു നിങ്ങൾക്ക് നൽകുന്നത് മാറ്റത്തിന്റെ സന്ദേശമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടപ്പാടുകൾക്ക് വിരാമമിട്ട് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഊർജം പ്രകൃതി നിങ്ങൾക്ക് നൽകുന്നു. കഠിനാധ്വാനം ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സ് ഈ വർഷം നിങ്ങളെ വിജയത്തിലെത്തിക്കും. ശത്രുക്കളുടെ നീക്കങ്ങളെ ബുദ്ധിപൂർവ്വം നേരിടാൻ സാധിക്കും. സുഹൃത്തുക്കളുടെ സഹായം നിർണായക ഘട്ടങ്ങളിൽ ലഭിക്കും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 8ഉം 9ഉമാണ്. നീല, കറുപ്പ്, ചുവപ്പ് എന്നീ നിറങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവ് സാമ്പത്തികമായി മികച്ചതാകുമ്പോൾ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങൾ വ്യക്തിജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അനിഴം നക്ഷത്രക്കാർക്ക് 2026 വിഷുബലം മൊത്തത്തിൽ ഗുണകരമാണ്. തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്യാനുള്ള ആത്മബലം നിങ്ങൾക്കുണ്ടാകും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. സാമ്പത്തിക ഭദ്രത കൈവരും. ആത്മീയമായ ഉണർവ് ജീവിതത്തിന് പുതിയ അർത്ഥം നൽകും. വീട് പണി പൂർത്തിയാക്കാനോ പുതിയ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഈ വർഷം ഉണ്ടാകും.